ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. ക്രിസ്റ്റലിന്റെ നെറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ് എക്സാമിനേഷന് ആദ്യമായിട്ടൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ പോകുന്ന ആൾക്കാർ, അവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ, സോ വിൽ ബി ഡിസ്കസ് മെനി തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് നെറ്റ് എക്സാമിനേഷൻ. അതിൽ നമ്മൾ ആദ്യം എന്താണ് നെറ്റ് എക്സാമിനേഷൻ, എന്തുകൊണ്ട് നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ എഴുതണം, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് പറയുന്ന ഈ 3 ആസ്പെക്റ്റുകളായിരിക്കും നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിത്തൗട്ട് എനി ഫർദർ ഡു വി ക്യാൻ സ്റ്റാർട്ട്. അപ്പൊ എന്താണ് നെറ്റ് എക്സാമിനേഷൻ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലെസ് ദാൻ 6% ആൾക്കാർ മാത്രം ആണ് ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ ആലോചിക്കുക, 100 പേരാണെങ്കിൽ 6 പേര് മാത്രം, 1000 ആണെങ്കിൽ 60. ആ രീതിയിൽ അത്രയും നമ്പർ ഓഫ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാറുള്ളൂ. അതും തന്നെ ഒരു പ്രാവശ്യം നെറ്റ് കിട്ടിയവരാണെങ്കിൽ വീണ്ടും അവർ എഴുതുമ്പോൾ അവരും ആ 6%-നുള്ളിൽ പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇൻ എഫക്ട് നമ്മൾ ഗ്രോസ് അല്ലാതെ നെറ്റ് മാത്രം എടുത്ത് നോക്കുന്ന സമയത്ത്, ഒരു നെറ്റ് വാല്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് ലെസ് ദാൻ 4% ആൾക്കാർ മാത്രമേ ഓരോ പ്രാവശ്യം എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് എക്സാമിനേഷന്റെ ഒരു സീരിയസ്നെസ് എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതണം എന്നുള്ളത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു PG ഉണ്ടോ, നിങ്ങളൊരു PG ചെയ്യുന്ന ആളാണോ, PG ചെയ്ത ആളാണോ, എന്തിനാണ് നിങ്ങൾ ആ PG ചെയ്തത്? ദർസ് എ ബിഗ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ദർസ് എ ബിഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു PG ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PG നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ആ PG കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ വേണ്ടേ, ഒരു ഉപകാരം വേണ്ടേ? ആ ഉപകാരം കാണിക്കുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് PhD കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താന്നുള്ളത് വഴിയെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ PG ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അഡീഷൻ കൂട്ടാൻ വേണ്ടി, നിങ്ങളുടെ വാല്യൂ ക്വാളിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടി നിർബന്ധമായിട്ടും നിങ്ങൾ ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം. എഴുതിയാൽ പോരാ, ക്വാളിഫൈ ചെയ്തിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ പോകുന്നത്. പറയാൻ കാരണം, ഒരു പക്ഷെ നിങ്ങൾ PG ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരിക്കാം, നല്ല മാർക്ക് ഉണ്ടായേക്കാം. പക്ഷെ നെറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് മച്ച് വാലിഡ്. അത്രമേൽ വാലിഡ് ആകാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു നാഷണൽ ലെവൽ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി കാണിക്കുന്ന ഒന്നാണ് ഈ നെറ്റ് എക്സാമിനേഷൻ എന്നുള്ളത്. നിങ്ങൾ ആ സബ്ജക്റ്റിൽ എത്രമാത്രം എക്സ്പേർട്ട് ആണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ ജനറലി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷനെ കുറിച്ച് പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദിസ് നെറ്റ് എക്സാമിനേഷൻ. ഈ നെറ്റ് എക്സാമിനേഷൻ എന്നാണ് നമ്മൾ കോമൺലി ഇതിനെ പറയാം. അതിൽ PhD അഡ്മിഷൻ ഉണ്ട്, നെറ്റ് ഉണ്ട്, JRF ഉണ്ട്. ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ടെങ്കിൽ പോലും വിൽ സിംപ്ലി കോൾ ഇറ്റ് ആസ് വാട്ട്, നെറ്റ് എക്സാമിനേഷൻ. അപ്പൊ നെറ്റ് എക്സാമിനേഷന് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്ന, അതായത് PGയും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാളുടെ PGക്ക് ശേഷം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ സാധാരണ ഒരു പ്രോസസ്സിലൂടെ പോകാതെ തികച്ചും ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ, ഒരു ക്വാളിഫിക്കേഷൻ വേണം. അത് നിർണ്ണയിക്കുന്ന എക്സാമിനേഷൻ ആണ് നെറ്റ് എക്സാമിനേഷൻ. PG കഴിഞ്ഞിട്ട് നിങ്ങൾ PhDക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ആർ യു എലിജിബിൾ ടു ഡു ദാറ്റ് PhD എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് തീരുമാനിക്കുന്ന നെറ്റ് എക്സാമിനേഷൻ ആണ്. വേണ്ട, നിങ്ങൾ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആർ യു എലിജിബിൾ ടു ടീച്ച് ഇൻ എ കോളേജ് എന്നുള്ളത് തീരുമാനിക്കുന്ന നെറ്റ് എക്സാമിനേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന എക്സാമിനേഷൻ ആണ് ഇത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി കണ്ടക്ടഡ് ബൈ ഹൂം? അത് നടപ്പിലാക്കുന്നത് UGC ആണ്. അപ്പൊ UGC എന്ന് പറയുന്നവരുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഗൈഡ്ലൈൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ UGCയുടെ നെറ്റ് എക്സാമിനേഷൻ ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കണ്ടക്ടഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് നെറ്റ് എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ, ഇങ്ങനത്തെ പല കോമ്പറ്റേറ്റീവ് എക്സാംസും, കോമ്പറ്റേറ്റീവ് ഇൻ ദ സെൻസ് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം ഇന്ത്യയിൽ നടത്തുന്നത്. അപ്പൊ UGCക്ക് വേണ്ടി NTA ആണ് എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫർദർ ഡിസ്കസിങ്, ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ എക്സാമിനേഷന്റെ നേച്ചർ പറയാം. വർഷത്തിൽ 2 തവണ എക്സാമിനേഷൻ നടക്കാറുണ്ട്. ജൂൺ മാസത്തിൽ നടക്കാറുണ്ട്, ഡിസംബർ മാസത്തിലും നടക്കാറുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കിക്കേ, അടുത്ത ജൂൺ എക്സാമിനേഷൻ വരും, അത് കഴിഞ്ഞിട്ട് ഡിസംബർ എക്സാമിനേഷൻ വരും. ഇനി ഇതിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്ന എന്തൊക്കെയാണ്? PhD, നെറ്റ്, JRF എന്ന് പറയുന്ന 3 ക്വാളിഫിക്കേഷനാണ്. ഈ PhD കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഈ PhD എന്ന് പറയുന്ന ഒരു റാങ്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് PhD ചെയ്യാൻ യു ആർ എലിജിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഫെലോഷിപ്പ് കിട്ടില്ല. ഫെലോഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് JRF. അതാണ് ഇതിന് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇൻ എ സിമ്പിൾ ഫോർമാറ്റ്. JRF കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് PhD ചെയ്യാനും പ്ലസ് അതിലോട്ടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കിട്ടുള്ളൂ. പക്ഷെ PhD ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ അംഗീകാരം കിട്ടി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് എലിജിബിൾ ഫോർ വാട്ട്? ഫെലോഷിപ്പ്. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെറ്റ് നിങ്ങൾക്ക് അറിയാം ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഓരോ സമയം CBT മോഡലാണ്. കമ്പ്യൂട്ടർ ബേസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ടെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. 2024 അതിന് വിപരീതമായിട്ട് അവർ നടത്താൻ ശ്രമിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഒരുപാട് കറപ്ഷനും പോരായ്മകളും സംഭവിച്ച് വീണ്ടും അവർ എന്ത് ചെയ്തു? ഓഫ്ലൈനിൽ നിന്നും വീണ്ടും ഓൺലൈൻ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ CBT മോഡായിരിക്കും കുറച്ചുകൂടെ ഈസി ഫോർ ഇവാലുവേഷൻ ആസ് വെൽ ആസ് കണ്ടക്ട് ചെയ്യാനൊക്കെ എളുപ്പമുള്ളത് കൊണ്ട് വീണ്ടും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് UGCയുടെയും NTA നിലവിലെ തീരുമാനം. ഓക്കെ, നൗ ആർക്കാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റുക? ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എഴുതാൻ പറ്റുന്നത് ഇവര് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾക്കാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പല സബ്ജക്റ്റിൽ ഹിസ്റ്ററി, മലയാളം, കൊമേഴ്സ്, അറബിക്, ഇംഗ്ലീഷ് പല സബ്ജക്റ്റിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചെയ്തവരായിരിക്കാം. നിങ്ങൾക്ക് 55% നോർമൽ കേസിലുണ്ടോ? യു ക്യാൻ അപ്പിയർ ഫോർ ദിസ് എക്സാമിനേഷൻ. ഇനി 55 ഇല്ല, 50 ഉള്ളൂ, അല്ലെങ്കിൽ 50ന്റെയും 55നും ഇടയിലാണ്, ദാറ്റ് ഈസ് പോസിബിൾ ഫോർ റിസർവ്ഡ് കാറ്റഗറി. ജനറലി എന്ത് വേണം? 55% വേണം. റിസർവേഷനുള്ള ആൾക്കാരാണെങ്കിൽ 50% മതി. PGയിൽ നിങ്ങൾക്ക് 50% വെയിറ്റേജോടുകൂടെ മാർക്കോടുകൂടെ പാസ്സായാൽ മതി. അത് കേസ് 1. കേസ് 2, ഇനി PG കംപ്ലീറ്റ് ആക്കണോ? ദാറ്റ് ഈസ് നോട്ട് നെസസറി ആക്ച്വലി. PG നിങ്ങൾ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം. പറയാൻ കാരണം PG കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് 4 നെറ്റ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഇപ്പോൾ 6 നെറ്റ്, 6 നെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് PGയുടെ കൂട്ടത്തിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദീസ് ആർ ബേസിക് തിങ്സ് ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നോക്കിക്കേ. 1, വർഷത്തിൽ 2 തവണ എക്സാമിനേഷൻ നടക്കും. ജൂൺ സൈക്കിൾ, ഡിസംബർ സൈക്കിൾ എന്ന് പറയുന്നത്. PhD, നെറ്റ്, JRF എന്ന് പറയുന്ന 3 ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ ലഭ്യമാകുന്നത്. ഓൺലൈൻ മോഡിലാണ് എക്സാം നടക്കുക. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി, എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ലെവലിലോട്ട് പോവുകയാണ്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ നെറ്റ് എക്സാമിനേഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ, 1, നിങ്ങൾ PG ഈ സബ്ജക്ട് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എന്തിനീ സബ്ജക്ട് എടുത്തു? യു ഹാവ് സം കൈൻഡ് ഓഫ് പാഷൻ, റൈറ്റ്? ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ആ പാഷൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ സമയത്ത് ആ പാഷന് നിങ്ങൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണ്, നിങ്ങളുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നതാണ് ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിലോട്ട് പോകാം. അത് നിങ്ങൾക്ക് ഗവൺമെന്റ് PSC എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ കയറാം, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെയൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങളെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസ് വെൽ ആസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ്റ്റുകളായിട്ട് കോളേജിൽ കയറാൻ വേണ്ടി പറ്റും. അതല്ല, ഇപ്പൊ കോമ്പറ്റീവ് എക്സാംസിന്റെ മേഖലയിൽ പഠിപ്പിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. അതിനൊക്കെ ഈ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് മാറും. അപ്പൊ PG കണ്ട് നിങ്ങളൊരു ജോലിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻ ടീച്ചിങ് ഫീൽഡ്, നെറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഹയർ എഡ്യൂക്കേഷൻ റിസർച്ചിലോട്ടാണ് പോകുന്നതെങ്കിൽ PhD, നെറ്റ് ആൻഡ് ദിസ് വൺ JRF ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടെ നിങ്ങളുടെ റിസർച്ചും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നല്ല യൂണിവേഴ്സിറ്റികളിൽ കിട്ടുള്ളൂ, അപ്പോഴാണ് നല്ല ഗൈഡുമാരെ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഇത് വളരെ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ചെയ്യേണ്ടത്. നൗ റിഗാർഡിംഗ് ദിസ് നെറ്റ് എക്സാമിനേഷൻ, നിങ്ങൾ നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോവാണ്. അതിന്റെ ഏജ് ലിമിറ്റ് എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നെറ്റ് എക്സാമിനേഷന് നെറ്റ് എക്സാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. പല കുട്ടികളും, ഇപ്പോൾ ക്രിസ്റ്റലിൽ പഠിക്കുന്ന പല കുട്ടികളും കല്യാണം കഴിഞ്ഞ് ഒരു 4-5 വർഷം ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയത്ത് JRF ആണെന്നുണ്ടെങ്കിൽ 30 വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ. അതിന് മുകൾക്ക് നിങ്ങൾക്ക് ജനറൽ എഴുതാൻ പറ്റില്ല. പക്ഷെ സ്ത്രീകൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിക്കും ഈ ഫിസിക്കലി ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. പക്ഷെ ജനറലി 30 വയസ്സ് വരെയാണ്. സ്ത്രീകൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക.
സോ ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ഒന്ന് രേഖപ്പെടുത്തും, സോ ദാറ്റ് ഐ ക്യാൻ പ്രൊസീഡ് അക്കോർഡിംഗ്ലി. ഓക്കെ ആണോ? യെസ് യെസ്, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്. ഇനി നെറ്റ് എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞു നമുക്ക് 100 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് വിചാരിക്കുക. 100 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് വിചാരിക്കുക ഒരു നെറ്റ് എക്സാമിനേഷന്റെ ഒരു വിഷയത്തിൽ. അതിൽ തന്നെ ഇവര് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട് ക്വാളിഫിക്കേഷന്റെ. 100 പേരിൽ 15 സീറ്റുകൾ SC കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ST കമ്മ്യൂണിറ്റിക്ക് 7.5%. അത് ഇന്ത്യയില് മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. OBC കാറ്റഗറി NCL ആണെങ്കിൽ, അതായത് ക്രീമി ലെയർ ആയിട്ടുള്ള ബിസിനസ് ക്ലാസ് ഉണ്ടാവും. അതായത് ഇപ്പോ നമ്മുടെ ലുലുവിന്റെ ചെയർമാന്റെ യൂസുഫ് അലിയുടെ മകള് ഞാൻ NCL ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ദ പോയിന്റ് ഇസ് ദാറ്റ് അപ്പോൾ അവരാണ് ക്രീമി ലെയർ. അല്ലാത്ത ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോൺ ക്രീമി ലെയർ ആയിട്ട് നമുക്ക് പറയേണ്ടി പറ്റും. അവർക്ക് ഒരു 27% ഉണ്ടാവും. EWS ജനറൽ കാറ്റഗറി ആണ്, പക്ഷെ എക്കണോമിക്കലി ബാക്കിലാണ്. അങ്ങനെ ആൾക്കാരെ 10% സീറ്റ് ഉണ്ടാവും. പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് 4% സീറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കിക്കോ നിങ്ങള്. ഫൈൻ. അപ്പൊ ഏകദേശം 50, 60, 64 സീറ്റോളം ഇങ്ങനെ പോകും. ബാക്കിയുള്ള സീറ്റാണ് ജനറലിന് ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ റിസർവേഷന്റെ കണ്ടീഷൻ കൂടെ ഉണ്ടാകും എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഇത് നിങ്ങൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങളെ ബാധിക്കില്ല. ഇത് പ്രിപ്പറേഷൻ ലെവലിലോ റിസൾട്ട് വരുമ്പോഴോ നിങ്ങളെ ജനറലി ഇത് ബാധിക്കില്ല. കാരണം നിങ്ങൾ ഇത് മൈൻഡ് ആക്കാൻ പോകുന്നില്ല. ഇത് വെച്ചിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UGC നെറ്റ് എക്സാമിനേഷന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയതിനു ശേഷം എന്താണ് നെറ്റ് എക്സാമിനേഷന്റെ പാറ്റേൺ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ കൃത്യതയോടെ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അതായത് നമുക്ക് 2 പേപ്പറാണ് എക്സാമിനേഷൻ ഉള്ളത്. ഒന്ന്, നമ്മളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഉണ്ടാവും. ഹിസ്റ്ററി, കൊമേഴ്സ്, മലയാളം, അറബിക്, ഇംഗ്ലീഷ്, ഇങ്ങനെ പല സബ്ജക്റ്റുകൾ ഉണ്ടായേക്കാം. ഈ സബ്ജക്റ്റുകളെയാണ് നമ്മൾ പേപ്പർ 2 എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പേപ്പർ, ദാറ്റ് ഈസ് അവർ സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ. അതിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ഒരു പക്ഷെ നല്ല കോൺഫിഡന്റ് ആവും. കാരണം നിങ്ങൾ PGയിൽ ആ സബ്ജക്ട് എടുക്കുന്നതിന്റെ ബേസിക് റീസൺ എന്താ? നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് നല്ലതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അതേ സമയത്ത് നെറ്റ് എക്സാമിനേഷൻ എഴുതുന്ന എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പേപ്പറാണ് പേപ്പർ 1 എന്ന് പറയുന്ന ഒരു പേപ്പർ. ആ പേപ്പർ 1 അതെങ്ങനെയാണ്? അതിൽ 10 യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന പോലെ നമ്മുടെ സബ്ജക്റ്റ് അല്ല വരിക, കോമൺ ആയിട്ടുള്ള അതർ സബ്ജക്റ്റുകളാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോമൺ ഫോർ ഓൾ സബ്ജക്ട് പേപ്പർ 1 എന്നുള്ളത്. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി പോകുന്ന യൂണിറ്റുകൾ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ശേഷം ഞാൻ അതിന്റെ സിലബസ് കാണിച്ചു തരികയും ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, ദെൻ ICT, then logical reasoning, mathematics, data interpretation, higher education, then finally people and environment development. ഞാൻ കറക്റ്റ് ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇതാണ് ആ 10 യൂണിറ്റുകൾ. അപ്പൊ 10 യൂണിറ്റിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, ടോട്ടലി 100 മാർക്ക്. അതിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഏകദേശം ടൈം അതിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോ പണ്ട് ഉണ്ടായിരുന്നു, തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു ആദ്യത്തെ 1 മണിക്കൂർ ഇന്നതിന്, പിന്നെ സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, 3 മണിക്കൂർ അങ്ങ് തരും. നിങ്ങളുടെ ഇഷ്ടം പോലെ, സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് എത്ര കിട്ടണം എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫൈൻ, അതിലോട്ട് ഞാൻ വരാം. അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. പേപ്പർ 1 50 ക്വസ്റ്റ്യൻ, പേപ്പർ 2 100 ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടലി 150 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്. അപ്പൊ ടോട്ടൽ എത്രയായി? 300 മാർക്ക്. ഇവിടെ നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഞാൻ പറയുന്നത് നിലവിലെ പ്രത്യേകതയാണ്. ഉടനെ തന്നെ നമുക്ക് ഈ 2025 തന്നെ നമുക്ക് നെറ്റ് എക്സാമിനേഷന്റെ ഏതാനും ചില റിഫോംസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒരു പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. സിലബസിലെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കാം. ഞാൻ ഈ സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയാൻ കാരണം 2024 കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു.
ആ അപ്ഡേറ്റുകളാണ് ഇനി പറയുന്നത്. അതിനുശേഷമുള്ള അപ്ഡേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 2024 ജൂൺ സൈക്കിൾ എക്സാമിനേഷനിൽ മുതൽക്കുള്ള ചില മാറ്റങ്ങൾ. ഒന്നാമത്തെ മാറ്റം ഞാനിത് വായിക്കാം, എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. കാൻഡിഡേറ്റ്സ് ഹു ആർ പേഴ്സിംഗ് 4 years ഓഫ് ഗ്രാജുവേഷൻ ഓർ 8 സെമസ്റ്റർ UG കോഴ്സ്. സാധാരണ നമുക്ക് 3 വർഷത്തെ ഡിഗ്രി അല്ലേ ഉള്ളത്, എന്നാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ 4 വർഷമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് 4 വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് അണ്ടർ സ്റ്റഡിങ് ദയർ ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്റർ, ഫൈനൽ ഇയറോ ഫൈനൽ സെമസ്റ്ററോ പഠിക്കുന്നവർക്ക് നെറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാം. സാധാരണ എന്താണ്, ഡിഗ്രി കഴിഞ്ഞിരിക്കൽ മസ്റ്റ് ആണ്. PGയുടെ ഫസ്റ്റ് ഇയറിന്റെ സമയത്ത് എഴുതാം എന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ 4 വർഷം ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ ലാസ്റ്റ് ഇയറിലോ ലാസ്റ്റ് സെമ്മിലോ വേണമെങ്കിൽ എഴുതാം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. ഓക്കെ, രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹു ആർ ഡൂയിങ് എ 4 year ഗ്രാജുവേഷൻ വിൽ ബി ഗിവൺ ദ ഓപ്ഷൻ ടു അപ്പിയർ ഇൻ നെറ്റ് എക്സാം ഇൻ എനി സബ്ജക്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഡിഗ്രി എടുത്തിരിക്കുന്ന ഇന്ന സബ്ജക്ട്, പക്ഷെ PG എനിക്ക് മാറേണ്ടി വരും, അല്ലെങ്കിൽ PhD എനിക്ക് വേറെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ നെറ്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ഡിഗ്രി പഠിച്ച സബ്ജക്ട് തന്നെ അപ്ലൈ ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല. ഞാൻ ഏതാണോ അടുത്ത സ്റ്റെപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പൊ ഹിസ്റ്ററിക്കാരനാണ്, ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത് വിചാരിച്ചെങ്കിൽ ഇംഗ്ലീഷിൽ എനിക്ക് നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി പറ്റും എന്നുള്ളത്. ഫൈൻ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് രണ്ടാമത്തെ റിഫോം. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നെറ്റ് എക്സാമിനേഷന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ PhD ഓൺലൈൻ, PhD മാത്രം എന്നുള്ളത്. രണ്ടാമത്തത് പഠിപ്പിക്കാനുള്ള നെറ്റ്. മൂന്നാമത്തത് JRF. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. PhD ഓൺലി പറയുമ്പോൾ എന്താണ്, നോ ഫെലോഷിപ്പ്, പൈസ കിട്ടില്ല, പക്ഷെ JRFല് ഫെലോഷിപ്പ് കിട്ടും. ഇതാണ് മെയിൻ വ്യത്യാസം കേട്ടോ. പിന്നെ നെറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് സംതിങ് വെരി സിംപ്ലിഫൈഡ് വേർഷൻ. ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നൗ ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുപാട് ഈ തിയറി കേട്ടിട്ടൊന്നും ചിലപ്പം കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷനെ കുറിച്ച് എന്താണെന്നുള്ളതിന്റെ ഒരു ബേസിക് ധാരണ തരാൻ വേണ്ടി സാധിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. ഇതില് കുറച്ച് പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സാമിനേഷനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തു കഴിഞ്ഞത്. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ലെവൽ. രണ്ടാമത്തത് സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പേപ്പർ 2 നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പേപ്പർ 1ന്റെ സിലബസ് കാണിച്ചു തരാം. നോക്കിക്കേ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് 10 പറഞ്ഞു തന്നില്ല, അതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ICT, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. 10 ഡിഫറെന്റ് യൂണിറ്റുകളാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ എന്തിനാ ഇതിനെ പഠിക്കുന്നത് എന്നുള്ളത്. കുറെ കുട്ടികൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുട്ടികളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ അഗ്രഗണ്യന്മാരായിരിക്കും, ചീങ്കണ്ണിയായിരിക്കും, സംഭവമായിരിക്കും, പുലിയായിരിക്കും. പക്ഷെ ആ സംഭവം വെച്ചിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിനടുത്ത് ഇറങ്ങുന്ന സമയത്തെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ എന്ത് ചെയ്യും, ഒട്ടന്മാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിലോട്ട് വരും. അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിഫറെന്റ് അതർ സബ്ജക്റ്റുകളോടുള്ള കഴിവും ചിന്തിക്കാനുള്ള കഴിവും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാകണം. കാരണം നാളെ സമൂഹത്തെ നയിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് അക്കാഡമിക് മേഖലയിൽ ഇങ്ങനത്തെ 10 ഡിഫറെന്റ് യൂണിറ്റുകൾ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആ ശരിയാ അല്ലേ, ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാ ഒരു ടീച്ചറുടെ ക്വാളിഫിക്കേഷൻസ്, എങ്ങനെയാണ് ഒരു നല്ല ടീച്ചർ ഉണ്ടാകുന്നത്, റിസർച്ച് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം, ഒരു പാരഗ്രാഫ് തന്നിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടത്, കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ദെൻ കുറച്ച് മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, പല സിറ്റുവേഷൻസ് വന്നിട്ടുള്ള ലോജിക്കലി അതിനെ ഡിഡക്ട് ചെയ്യാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ദെൻ ICT, നമ്മൾ ടെക്നോളജിക്കൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ICT എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് അറിയാണ്ട് പോകാൻ പാടില്ല. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടെക്നോളജികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ ആ രീതിയിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽക്ക് ചെയ്യുന്നതാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ടുള്ള ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കണം, വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിവുള്ളവരാവണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ഫൈനലി യു ആർ ഇൻ ദ ഫീൽഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഷ്യന്റ് കാലഘട്ടം മുതൽക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, അതിന്റെ പുതിയ പദ്ധതികൾ എന്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അത്യാവശ്യം നമ്മുടെ സബ്ജക്റ്റിൽ നിന്നും അഡീഷണൽ ആയിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങളും ഒരു നല്ല മനസ്സിലാക്കലും ഒക്കെ ഉണ്ടാക്കി തരുന്നതാണെന്ത് ഇവിടെ ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കുക നിങ്ങൾക്ക്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ സിലബസ് ഒക്കെ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. യൂട്യൂബ് ചാനലിലൊക്കെ അത്യാവശ്യം വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓ ഈ സബ്ജക്ട് ഇന്നതാണല്ലേ, ഇന്നത് ഇങ്ങനെ പഠിക്കണല്ലേ, ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ടല്ലേ എന്നുള്ള തിരിച്ചറിവ് വരും. അതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പുകൾ. സോ നമ്മൾ സ്റ്റെപ്പുകൾ പറഞ്ഞ എന്താണ്? ഒന്നാമത്തത് നമ്മൾ എക്സാമിനേഷനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തത് സിലബസിനെ കുറിച്ച്. 2 സിലബസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പേപ്പർ 2ന്റെ സിലബസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നിങ്ങൾക്ക് UGCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത് സിലബസ് മനസ്സിലാക്കിയിട്ട് സിലബസിന്റെ അടിസ്ഥാനത്തിലോട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടോ, പഠിക്കാനുള്ള ഒരു റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് നോക്കുക. അതൊരു പക്ഷെ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് എഴുതിയെടുക്കുന്ന നോട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട് ഉണ്ടോ എന്നുള്ളതാണ്. നോട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ 10 നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്ലാസ് റൂം ഉണ്ടെന്ന് വിചാരിക്കുക. ഗോ ഫോർ ദാറ്റ് ക്ലാസ് റൂം ഫസ്റ്റ്. കാരണം നോട്ട് നമ്മളെ സഹായിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ക്ലാസ് റൂം എടുക്കുന്നത് അത് നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും എങ്ങനെ പഠിക്കുകയാണെങ്കിലും അത് ആ സബ്ജക്റ്റിന്റെ എക്സ്പേർട്ട് എടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററിയുടെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ ഹിസ്റ്ററി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഇത്രയും കാലഘട്ടത്തെ വർഷത്തിലുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ആ ബുക്കിന് ഒരു പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കോണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അതിൽ നിന്നുള്ള MCQസും PYQസും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസും കൂടിയും വേണം. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് മാറും. നമ്മുടെ ഡിസ്കഷൻ തന്നെ എന്തായിരുന്നു? ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. ഒന്ന്, എക്സാമിനേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, സിലബസ് മനസ്സിലാക്കുക. സിലബസിന്റെ ബ്രീഫേ പറഞ്ഞിട്ടുള്ളൂ, ഒരു 10% ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഈ ഓരോ സിലബസിന്റെ അകത്തും പേപ്പർ 1 പറയാനുണ്ട്, ആസ് വെൽ ആസ് പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റും പറയാനുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണെന്ത്? ദാറ്റ് ഈസ് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി നോട്ടും ക്ലാസ് റൂമും ഇത് ഒരുമിച്ചാണ് വേണ്ടത്. ഇതിനുശേഷം MCQs ആൻഡ് PYQs, അതനുസരിച്ചുള്ള റിവിഷൻ. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്കോർ. ഞാൻ എൻ്റെ നെറ്റ് എക്സാമിനേഷൻ ഞാൻ 6 തവണ നെറ്റ് എക്സാമിനേഷൻ എഴുതി. 6 തവണ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിക്കായി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട്. അത് തന്നെയാണ് ക്രിസ്റ്റലിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഞാൻ ജനറലി നേരത്തെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സമ്മറി. നമുക്ക് അങ്ങനെ നമ്മൾ ഈ സിലബസും കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ നമ്മൾ എക്സാമിനേഷന് വേണ്ടി ഒരു എക്സാം ഹോളിൽ കയറിയിരിക്കും. ഇത് ഒരു ഓഫ്ലൈൻ പേപ്പറാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഫുള്ള് കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ കൃത്യമായിട്ട് ആ 3 മണിക്കൂർ കമ്പ്യൂട്ടറിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അതാണ് 150 ചോദ്യങ്ങൾ. ആ 150 ചോദ്യങ്ങളിൽ നെഗറ്റീവ്സ് ഇല്ല. അതുകൊണ്ട് 150 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾ ഈ 150 എണ്ണത്തില് നിങ്ങൾക്കൊരു 300-ലാണുള്ള മാർക്ക്, ഒരു 180+ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ലിസ്റ്റ് PhDയോ നെറ്റോ JRFോ. ഡിപ്പെൻഡ്സ് ഓൺ യുവർ സബ്ജക്ട് ആൻഡ് ദാറ്റ് ഇയേഴ്സ് പെർസെൻറ്റേജ്. ആ വർഷത്തെ ആ സമയത്തെ പേഴ്സണൽ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കയറാനും പറ്റും. അപ്പോൾ 300-ലെ ഏകദേശം ഒരു 180 അബവ് ഏറ്റവും ചുരുങ്ങിയത് വേണമെന്ന് വിചാരിക്കാം. അതിന് നിങ്ങൾ മിനിമം എത്ര ശരിയാക്കണം? 90 150 ക്വസ്റ്റ്യൻസിൽ 90 100 ശരിയാക്കി ആലോചിച്ച് 200 മാർക്കായി നിങ്ങൾക്ക് എന്തായാലും JRF കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇനി നിങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ടത്. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റലിന്റെ കുറച്ച് 3-4 എക്സാമായി. ക്രിസ്റ്റൽ നെറ്റ് എക്സാമിനേഷൻ തുടങ്ങിയതിനു ശേഷം 4 എക്സാം കഴിഞ്ഞു. അപ്പൊ അതിന്റെ റിസൾട്ട് ആണത്. ഓക്കെ, നമ്മളുടെ 2024 ജൂൺ സൈക്കിളിന്റെ റിസൾട്ട് മാത്രമാണത്. വി ഹാവ് അറൗണ്ട് 40+ റിസൾട്ട് ഇൻ ദ നെറ്റ് എക്സാമിനേഷൻ. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഹിസ്റ്ററിയിൽ നമുക്ക് 60% സക്സസ് റേറ്റ് ഉണ്ട്. അതായത് 30 സ്റ്റുഡൻസ് പഠിച്ചതിൽ
18 സ്റ്റുഡൻസ് ഇവിടുന്ന് PhD നെറ്റ് JRF ക്ലിയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാത്രമായിട്ട്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. എന്താണ് നെറ്റ് എക്സാമിനേഷൻ, അതിന്റെ സിലബസ് എങ്ങനെ വരുന്നു, എക്സാമിനേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഫൈൻ. ഇത്രേ ഈ ഒരു ഡിസ്കഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. വിൽ ബി അപ്ഡേറ്റിംഗ് മോർ. സോ നിങ്ങളുടെ ഡൗട്ടുകൾ ഒരിക്കലും ബാക്കി വെക്കരുത്. പ്ലീസ് ഡു ദാറ്റ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്.